ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ലൂക്കോസ് ശ്ലീഹ എഴുതിയ നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം 17-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള തിരുവചനങ്ങൾ. ശിഷ്യർക്ക് ഉപദേശങ്ങൾ. അവൻ ശിഷ്യരോട് പറഞ്ഞു, ദുഷ്ടപ്രേരണകൾ ഉണ്ടാകാതിരിക്കുക അസാധ്യം. എന്നാൽ ആര് മൂലം അവ ഉണ്ടാകുന്നുവോ അവന് ദുരിതം. ഈ ചെറിയവരിൽ ഒരുവന് ദുഷ്ടപ്രേരണ നൽകിയതിനേക്കാൾ നല്ലത് കഴുത്തിൽ തിരികല്ല് കെട്ടി കടലിൽ എറിയപ്പെടുന്നതാണ്. നിങ്ങൾ ശ്രദ്ധ ഉള്ളവരായിരിക്കുവിൻ. നിന്റെ സഹോദരൻ തെറ്റു ചെയ്താൽ അവനെ ശാസിക്കുക, പശ്ചാത്തപിച്ചാൽ അവനോട് ക്ഷമിക്കുക. ദിവസത്തിൽ 7 പ്രാവശ്യം അവൻ നിനക്കെതിരായി പാപം ചെയ്യുകയും 7 പ്രാവശ്യം തിരിച്ചു വന്ന് ഞാൻ പശ്ചാത്തപിക്കുന്നു എന്ന് പറയുകയും ചെയ്താൽ നീ അവനോട് ക്ഷമിക്കണം. അപ്പോൾ അപ്പസ്തോലന്മാർ കർത്താവിനോട് പറഞ്ഞു, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. കർത്താവ് പറഞ്ഞു, നിങ്ങൾക്ക് ഒരു കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ സിക്കാമിൻ വൃക്ഷത്തോട് ചുവടെ ഇളകി കടലിൽ ചെന്ന് വേരുറയ്ക്കുക എന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ അനുസരിക്കും. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായ്ക്ക് സ്തുതി. ഇന്നത്തെ നമ്മുടെ ഈ സുവിശേഷവാക്യം ലൂക്കോസ് ശ്ലീഹ എഴുതിയ പരിശുദ്ധ സുവിശേഷമാണ്. ശിഷ്യർക്ക് ഉപദേശം. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഉപദേശിക്കുന്നവരെ ആർക്കും ഇഷ്ടമില്ല. എന്നാൽ യേശു ശിഷ്യന്മാരോട് ഉപദേശിക്കുകയാണ്, നിങ്ങൾ ക്ഷമിക്കുക 70 പ്രാവശ്യം. അത്രയും ക്ഷമ നിങ്ങൾക്കുണ്ടാകണം. നിങ്ങളുടെ സഹോദരൻ നിങ്ങൾക്കെതിരായി പല കാര്യങ്ങളും പറഞ്ഞ് നമ്മളെ വിഷമിപ്പിക്കും. പക്ഷെ നിങ്ങൾ അവനോട് ക്ഷമിക്കുക. അവൻ പശ്ചാത്തപിച്ചാൽ, അവൻ വന്ന് നമ്മളോട് ക്ഷമ ചോദിച്ചാൽ നാം തീർച്ചയായും അവനോട് ക്ഷമിക്കണം. യേശുവിൻ്റെ വചനം ലോകമെമ്പാടുമുള്ള നമ്മുടെ മക്കൾക്ക് വേണ്ടിയാണ്. ഇന്ന് രാജ്യങ്ങളിലും സുഹൃത്തുക്കളും ബന്ധുമിത്രാദികളും തമ്മിൽ കൊലപാതകത്തിലെത്തുന്ന കാര്യങ്ങളാണ് ഇന്ന് നമ്മുടെ ചുറ്റുപാടുകളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ക്ഷമിക്കുക. ക്ഷമയാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ മഹത്വം. മറ്റുള്ളവരോട് ക്ഷമിക്കുവാനും സഹിക്കുവാനും പൊറുക്കുവാനും കരുണ കാണിക്കുവാനും നാം ഓരോരുത്തരും അറിഞ്ഞിരിക്കണം. യേശുവിൻ്റെ തിരുവചനം നമ്മൾക്കായി തന്നത് ക്ഷമിക്കുവാൻ വേണ്ടിയാണ്. എല്ലാം നമ്മളോട് ക്ഷമിക്കുന്ന നമ്മുടെ ഈശോ നമ്മളെ പഠിപ്പിക്കുന്നു ക്ഷമിക്കുവാൻ. ഈ നോമ്പ് കാലഘട്ടത്തിൽ നമുക്ക് ധ്യാനിക്കുവാൻ ഈശോ തന്ന ഇന്നത്തെ ഈ വചനം നമ്മളുടെ ഓരോരുത്തരും മറ്റുള്ളവരോട് നമ്മുടെ വെറുപ്പും വിദ്വേഷവും എല്ലാം മാറ്റിവെക്കുകയും അവരോട് ക്ഷമിക്കുവാൻ നാം സ്വയം പ്രാപ്തരാകുകയും ചെയ്യണം. ലോകത്തിലെ വലിയ ഒരു സമ്പാദ്യമായിരിക്കും ക്ഷമ. ക്ഷമ നിറഞ്ഞ ആ പുഞ്ചിരി നമ്മുടെ മുഖത്തും നമ്മുടെ ജീവിതത്തിലും ലോകമെമ്പാടും ഉണ്ടാകട്ടെ. ഈശോയുടെ കുരിശിൻ ചുവട്ടിൽ നമ്മൾ തെറ്റുകൾ നമുക്ക് ഏറ്റുപറഞ്ഞ് ക്ഷമിക്കുവാനുള്ള ആ ശക്തി ഈശോയെ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും തരണമേ എന്ന് നമുക്ക് പ്രത്യേകം ഈശോയോട് പ്രാർത്ഥിക്കാം. നമ്മുടെ ഈ കുടുംബങ്ങളിൽ എല്ലാവർക്കും ക്ഷമ ഉണ്ടാകട്ടെ. ഈശോ പറഞ്ഞതുപോലെ 70 പ്രാവശ്യം നമുക്ക് ക്ഷമിക്കുവാൻ ഈശോയെ ഞങ്ങൾക്ക് സാധിച്ചു തരണമേ എന്ന പ്രാർത്ഥനയോടെ കൈകൾ കൂപ്പി ഈശോയ്ക്ക് ഇന്നത്തെ ദിവസം നമുക്ക് സമർപ്പിക്കാം. ആമീൻ.